ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ ഇനിയും കണ്ടെത്താനുള്ളവർക്കുള്ള തിരച്ചിൽ തുടരണമെന്ന ആവശ്യം ശക്തമാകുന്നു. 59 പേരെ കണ്ടുകിട്ടാനുണ്ടെന്ന് സർക്കാർ പറയുമ്പോഴും അതിലേറെ പേർ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രദേശങ്ങളിൽ നിന്നും 231 മൃതദേഹങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. ദുരന്തവുമായി ബന്ധപ്പെട്ട നിർത്തിവെച്ച തെരച്ചിൽ തുടരണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. സൂചിപ്പാറയിലടക്കം ശക്തമായ തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. സർക്കാരിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 231 പേരാണ് മരണപ്പെട്ടത്. എന്നാൽ പ്രദേശവാസികളുടെ കണക്ക് ഇതിലും മുകളിലാണ്. മാത്രമല്ല, മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ പറയുന്നു. ഇനിയും കണ്ടുകിട്ടാനുള്ളവരുടെ കണക്കിലും അവ്യക്തതയുണ്ട്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലില് എത്ര പേര് മരണപ്പെട്ടു, എത്ര പേര് ഇനി കാണാനുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള കണക്ക് ഗവൺമെന്റ് പുറത്തുവിടാൻ തയ്യാറാകണം. ബാധിക്കപ്പെട്ട ആളുകൾ ഇതുമൂലം വലിയ ബുദ്ധിമുട്ടിലാണ്. 60ഓളം പേരെ ഇനിയും തിരിച്ചറിയാനുണ്ട് എന്നുള്ളതാണ് കണക്ക്. അതുതന്നെ രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ മരണ രജിസ്ട്രേഷൻ, DNA ടെസ്റ്റ് മൂലം തിരിച്ചറിയപ്പെട്ട ആളുകളുടെ രജിസ്ട്രേഷൻ, ഈ മരണം രജിസ്റ്റർ ചെയ്യുന്ന വൈകിയത് മൂലമുള്ള പിഴ അടയ്ക്കൽ, ആ പിഴ അടയ്ക്കൽ ഗവൺമെൻറ് അടയ്ക്കും എന്നാണ് അറിയിച്ചിരുന്നെങ്കിലും ഇതിൻ്റെ അവകാശികൾക്ക് അടയ്ക്കാൻ സാധിക്കുന്നില്ല. ഗവൺമെൻറ് കൃത്യമായിട്ടൊരു നിലപാടെടുക്കാത്തത് മൂലം മരണ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. ഈ മരണ സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് മൂലം പല കാര്യങ്ങളിലും ഈ വേണ്ടപ്പെട്ട ഈ ബാധിതരായിട്ടുള്ള അങ്ങേറ്റം കഷ്ടപ്പെടുന്ന ഒരു ജനതയ്ക്ക് വലിയ ബുദ്ധിമുട്ട് വരികയാണ്. പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഏവർക്കും ഒന്നിച്ച് താമസിക്കാൻ ഒരിടമാണ് വേണ്ടതെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. പുനരധിവസിപ്പിച്ചതിൽ പലർക്കും ഇപ്പോഴും മതിയായ സൗകര്യങ്ങൾ ലഭ്യമല്ല എന്ന പരാതിയുമുണ്ട്. മരണപ്പെട്ടവരുടെയും കാണാതായവരുടെയും കൃത്യമായ കണക്ക് സർക്കാർ പുറത്തുവിടണമെന്നും പുനരധിവാസം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ജനം, വയനാട്.